അമ്മ അമ്മ ഇവിടെ നടന്ന ഏത് പ്രശ്നത്തിനും ഞാൻ അമ്മയുടെ കൂടെ മാത്രമേ നിന്നിട്ടുള്ളൂ. എന്നിട്ടും എന്റെ ഒരു കാര്യം വന്നപ്പോ അമ്മ എന്റെ കൂടെ നിന്നില്ല, എന്റെ പക്ഷം പറഞ്ഞതുമില്ല. ഐശ്വര്യ എന്റെ കൂടെ നിന്നു എന്നൊക്കെ പറയാൻ ഇവിടെ നടന്നത് രാഷ്ട്രീയ ഗ്രൂപ്പിസൊന്നും അല്ലല്ലോ. ഒരു വീടാകുമ്പോ കുടുംബാംഗങ്ങളൊക്കെ തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാ. അതിന് കൂടെ നിന്നു എന്നൊക്കെ പറയുന്നത് ശരിയല്ല. പിന്നെ ഇവിടെ നടന്ന കറിക്കൂട്ടിന്റെ മത്സരം അത് മനുഷ്യര് കഴിക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാ. അത് ബിസിനസ്സും അതുപോലെ തന്നെ മനുഷ്യരുടെ ആഹാരവുമാ. മനുഷ്യര് കഴിക്കുന്ന ആഹാരത്തിൽ മായം ചേർത്ത് കിട്ടുന്ന ഒരു ചില്ലി പൈസ പോലും ആനന്ദ നിലയത്തിന് വേണ്ട. എന്റെ തറവാടിന്റെ അന്തസ്സിന് ചേരാത്ത പണിയൊന്നും എന്റെ ആനന്ദേട്ടനോ എന്റെ മക്കളോ ചെയ്യില്ല. പിന്നെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഒരു കാര്യവും ചെയ്യാനും ഞങ്ങൾ തയ്യാറല്ല ഐശ്വര്യ. നമ്മുടെ കമ്പനിക്കൊരു ഗുഡ്വില്ലുണ്ട്, സൽപ്പേര്. അത് നേടിയെടുത്തത് ചെറിയ അധ്വാനം കൊണ്ടൊന്നുമല്ല. അതുകൊണ്ട് അത് നശിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറുമല്ല. അമ്മ ഈ ഞങ്ങളുടെ കമ്പനി എന്ന് പറയുന്നുണ്ടല്ലോ, ഈ ഞങ്ങളിൽ ഞാനില്ലേ അമ്മ? ഉണ്ട്. നീ അതിന് വിരുദ്ധമായി ഒരു കാര്യം ചെയ്തതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ പറയേണ്ടി വന്നത്. നമ്മുടെ കമ്പനിയുടെ നന്മ മാത്രം എനിക്ക് പ്രധാനം. അതുകൊണ്ടാണ് ശ്യാമയുടെ റെസിപ്പിയെ ഞാൻ അനുകൂലിച്ചതും നിനക്ക് പ്രതികൂലമായി പറയേണ്ടി വന്നതും. ശരിയാണ്, എനിക്ക് ചില കാര്യങ്ങളിൽ ശ്യാമയുടെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് നിനക്കും അറിയാവുന്ന കാര്യമാണല്ലോ. എന്നാലും അവള് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ എനിക്ക് എതിർക്കാൻ പറ്റുമോ? അമ്മ എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നീ എന്റെ ഭാഗത്ത് നിന്ന് ആലോചിച്ചു നോക്ക്, അപ്പൊ നിനക്കത് മനസ്സിലാവും. ഐശ്വര്യ, ഇന്നോ ഇന്നലെയൊന്നും അല്ല ഞാൻ ഐശ്വര്യയെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. എന്റെ മകൻ അരുണിന്റെ ഭാര്യയായി ഈ ആനന്ദ നിലയത്തിലേക്ക് വന്ന അന്നു മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാ ഐശ്വര്യയുടെ സ്വഭാവം. മരുമക്കളെ കുറ്റപ്പെടുത്തുന്നത് എന്റെ ശീലമല്ല. അവരെ മക്കളെ പോലെ തന്നെ കരുതി സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പറയുക, വ്യക്തിവിരോധം തീർക്കാനുള്ള ഇടമല്ല ബിസിനസ് സ്ഥാപനങ്ങൾ. ശ്യാമയോട് അന്ധമായ വ്യക്തിവിരോധം ഐശ്വര്യ വെച്ച് സൂക്ഷിക്കുന്നു. അതിന്റെ കാരണങ്ങളൊക്കെ എനിക്കറിയാം. ഇതെത്ര നാളായി തുടരുന്നു? ഇനി ഇത് അവസാനിപ്പിക്കാനായില്ലേ? ശ്യാമ ഐശ്വര്യയുടെ ഒരു തെറ്റും ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഞാനേ ഈ കുടുംബത്തിന്റെ നാഥനാണ്. ചോദിച്ചു നോക്കിയേ അമ്മയോട്. ഞാനില്ലാത്തപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ പോലും എന്റെ വസു എന്നോട് പറയും. എല്ലാവരും നോക്കുമ്പോ ഞാനും എന്റെ ഭാര്യയും തമ്മിൽ എല്ലാ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസം. അഭിപ്രായങ്ങൾ ഉള്ളത് കൊണ്ടാണ് അഭിപ്രായ വ്യത്യാസം ഉള്ളത്. നിലപാടുകൾ ഉള്ളത് കൊണ്ടാണ് തർക്കങ്ങൾ ഉണ്ടാവുന്നത്. അതൊക്കെ അങ്ങനെ കിടക്കും. പക്ഷേ ഞാനും വസുവും തമ്മിലുള്ള ജീവിതത്തിന് ഒരു ബോണ്ടുണ്ട്. ഞാൻ അത്ര വലിയ തെറ്റാണോ ചെയ്തത്? സംശയം എന്തിരിക്കുന്നു? തെറ്റുകൾ തെറ്റ് തന്നെയാണ്. അത് അംഗീകരിക്കാൻ മടിക്കുന്നത് അതിനേക്കാൾ വലിയ തെറ്റാണ്. തെറ്റുകൾ പറ്റുന്നത് ഒരു തെറ്റല്ല. തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് തെറ്റുകൾ ചെയ്യുന്നതാണ് ക്രിമിനൽ സ്വഭാവം. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു, ഐശ്വര്യ ആത്മപരിശോധന നടത്തി തിരുത്താൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ചെന്നെത്തുന്നത് വലിയ വലിയ ദുരന്തങ്ങളിലേക്കായിരിക്കും. ഏതായാലും ശ്യാമയുടെ സ്പെഷ്യൽ റെസിപ്പി ഒരാഴ്ചക്കുള്ളിൽ മാർക്കറ്റിൽ ഇറങ്ങും. വാവസു, അവളുടെ ഒരു റെസിപ്പി ഞാൻ അവളെ കൊല്ലും. അല്ലാതെ എനിക്കിവിടെ ഒരു ജീവിതമില്ല. എന്റെ അമ്പാടി കണ്ണ, ഗുരുവായൂരപ്പ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടല്ലോ, നന്ദിയുണ്ട്.
ഈ മത്സരത്തിൽ എന്നെ ജയിപ്പിച്ചതിന് നിനക്ക് 1000 നന്ദി. തന്റെ കാര്യമല്ലെങ്കിലും തന്റെ കണ്ണം മറക്കോ ശ്യാമേ? ആ, മറക്കില്ല. പക്ഷേ ഭഗവാനോട് നന്ദി പറയണ്ടേ. ആ, അത് വേണം. എടോ, എന്താടോ ഇത്? മത്സരത്തിൽ ജയിച്ചിട്ടും തനിക്ക് ടെൻഷനാണോ? ടെൻഷൻ എങ്ങനെ ഇല്ലാതിരിക്കും സർ? ഉം. ഇത് കറിക്കൂട്ട് മത്സര. പാചകം എനിക്ക് കുറെ അറിയാവുന്നതുവാ. അടുത്ത മത്സരം അതല്ലല്ലോ. അടുത്തത് ജനറൽ നോളജ് മത്സരമല്ലേ? എനിക്ക് എന്ത് ജനറൽ നോളജാ? ഞാൻ തോറ്റുപോകും സാറേ. എന്റെ ശ്യാമേ, അങ്ങനെ ഒന്നും പറയാതെ. മുൻവിധികൾ ഒന്നും വേണ്ട. സാറേ, ഈ പൊതുവിജ്ഞാനമൊന്നും എനിക്കറിയില്ല. തനിക്ക് പുരാണ കഥകളൊക്കെ ഏറെക്കുറെ അറിയില്ലേ? അത് പിന്നെ വായിച്ചു പഠിച്ചത് മാത്രമല്ലല്ലോ, അച്ഛൻ കുറെ കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും പോരല്ലോ. ഈ പൊതുവായ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ആ, ഒരു കാര്യം ചെയ്യാം. ഞാൻ തന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാം. തനിക്കറിയാവുന്ന പരീക്ഷിക്കാലോ. എന്റെ സാറേ, എനിക്കൊന്നും അറിയില്ല. അങ്ങനെ പറയാതരോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താൻ ആൻസർ പറയുമെന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യട്ടെ. സാർ ചോദിക്കേ. എന്ത് ചോദിക്കും? ആ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? ഇതെല്ലാവർക്കും അറിയാവുന്നല്ലേ സാർ? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. ആ, ഉത്തരം ശരിയാ. അടുത്ത ചോദ്യം. കേരള മുഖ്യമന്ത്രി? സാറേ, ഇതും എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അത് ശ്രീ പിണറായി വിജയൻ. ആ, ഉത്തരം ശരിയാണ്. എല്ലാം ശരിയാണല്ലോ. എന്നാ അടുത്ത ചോദ്യം. ആ, ക്രിക്കറ്റ് മത്സരത്തിലെ ഇന്ത്യ എത്ര പ്രാവശ്യം ലോകകപ്പ് നേടിയിട്ടുണ്ട്? സാറേ, ഒരു ക്ലൂ തരാവോ? ഏയ്, ഈ മത്സരത്തിന് ക്ലൂ ഒന്നുമില്ല, അല്ലാതെ പറഞ്ഞാൽ മതി. എത്ര പ്രാവശ്യം നേടിയിട്ടുണ്ട്? അത് പിന്നെ 7 പ്രാവശ്യം. ഉത്തരം പൊട്ടത്തെറ്റാ. 2 പ്രാവശ്യമേ ഉള്ളൂ. 2 പ്രാവശ്യമോ? ഈ ഉത്തരം തെറ്റി. ഇനി അടുത്ത ചോദ്യം ചോദിക്കാം. ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ? അത് കാട്ടുപോത്ത്. സാർ, ഞാൻ പറഞ്ഞില്ലേ, എനിക്കിതൊന്നും അറിയത്തില്ല എന്റെ സാറേ. എടോ, താൻ വിഷമിക്കാതെ. തനിക്ക് എല്ലാം അറിയാൻ പറ്റും. തന്നെ ഞാൻ എല്ലാം പഠിപ്പിച്ചുതരാം. ജനറൽ നോളജ് മത്സരത്തിന് മുൻപ് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പഠിപ്പിക്കും. എടോ, താൻ വൃന്ദാവനത്തിലെ ശ്യാമയല്ലടോ. ശ്യാമേ, ഓടരുത്. എവിടെ?
വേണ്ടമ്മ വേണ്ട. ഐശ്വര്യടത്തേക്ക് തെറ്റ് മനസ്സിലായിക്കോളും. ഐശ്വര്യ ഈ ജന്മത്തിലെ തെറ്റ് മനസ്സിലാക്കാൻ പോകുന്നില്ല. എന്താ വസു? അന്തേട്ടാ. ഇരിക്കിരി. എന്താ വസു? ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നു. എന്താ വല്ലാത്തൊരു ആലോചന? ഞാൻ ആരെക്കുറിച്ച് ആലോചിക്കുന്നതെന്നറിഞ്ഞ ആനന്ദേട്ടൻ എന്നെ പരിഹസിക്കും. ഞാൻ വസുവിനെ പരിഹസിക്കത്തൊന്നുമില്ല. എന്താന്ന് വെച്ചാ തുറന്നു പറയും. ഞാൻ ആലോചിച്ചത് നമ്മുടെ ശ്യാമയെക്കുറിച്ചാ. ഞാനിപ്പോ ദൈവത്തെ നേരിൽ കണ്ടു. ഞാനിതുപോലെ വല്ലപ്പോഴൊക്കെ ദൈവത്തെ നേരിൽ കാണാറുള്ളൂ. ഇപ്പോഴും കണ്ടു. എന്തായാലും വസു ശ്യാമയെ നമ്മുടെ ശ്യാമയെന്ന് പറഞ്ഞല്ലോ. എനിക്കത് മതി. വളരെ വളരെ സന്തോഷം. ആനന്ദേട്ടൻ പലപ്പോഴും പറയാറുള്ളതുപോലെ അവക്കൊത്തിരി നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്താ ഒരു പക്ഷേ? അവളെ ഉൾക്കൊള്ളാൻ എനിക്ക് പറ്റുന്നില്ല. എന്റെ മാനസികമായ പ്രശ്നം കൊണ്ടായിരിക്കും. എനിക്ക് അവളെ മുഴുവനായി അങ്ങ് വിശ്വസിക്കാനും പറ്റുന്നില്ല. വസു ഒരു കാരണവശാലും അവളെ സംശയിക്കണ്ട. അവളെ പോലെ സൽഗുണ സമ്പന്നയായ ഇത്രയും സ്വഭാവശുദ്ധിയുള്ള ഒരു പെൺകുട്ടിയെ കണ്ടുകിട്ടാൻ പാടാണ്. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു. ഞാനില്ലാത്ത ഒരു കാലം തനിക്ക് വന്നാൽ, ആനന്ദേട്ടാ, ഞാൻ പറയട്ടെ, അങ്ങനെ ഒരു കാലം തനിക്ക് വന്നാൽ മരുമക്കൾ പലരും അവരവരുടെ കാര്യം നോക്കി പോവും. പക്ഷേ ശ്യാമ, അവൾ തന്നോടൊപ്പം എന്നും ഉണ്ടാവും. ആനന്ദേട്ടൻ പറയുന്നതൊക്കെ ശരിയായിരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, അഖിയോടുള്ള എന്റെ അമിത വാത്സല്യം കൊണ്ട് സംഭവിച്ചു പോയതാകാം ശ്യാമയോടുള്ള ഈ വിരോധം. ഞാനത് എത്ര തിരുത്താൻ ശ്രമിച്ചിട്ടും എന്റെ മനസ്സിൽ നിന്നത് വിട്ടുപോകുന്നില്ല. വസു, ദേ, ഒരു പരീക്ഷണം നമുക്ക് ഇപ്പൊ നടത്താം. താങ്കേക്ക് ഞാനിവിടെ അങ്ങോട്ട് മാറിയിരിക്കാം. താൻ ശ്യാമയെ വിളിച്ച് ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ പറയും. ഐശ്വര്യയോടും പറഞ്ഞു നോക്ക്. ആരായിരിക്കും അപ്പൊ തന്നെ അനുസരിക്കുക എന്ന് തനിക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. എന്തു പറയുന്നു? ശരി, ആനന്ദേട്ടൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ഓരോരുത്തരുടെയും തനി സ്വഭാവം കൃത്യമായി തനിക്ക് തിരിച്ചറിയാൻ പറ്റും. ഞാനങ്ങ് മാറിയേക്കാം. അവരെ വിളിക്കും. ആനന്ദേട്ടൻ എന്തായാലും പറഞ്ഞല്ലേ, ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അമൃതേ, എന്താ അമ്മേ? മോൾ ഇങ്ങോട്ടൊന്ന് വരാമോ? എന്താ അമ്മേ? മോളെ, അമ്മ ഒരു കാര്യം പറയുമ്പോ മോള് തെറ്റിദ്ധരിക്കരുത്. എന്താ അമ്മേ? അമ്മ കാര്യം പറയേ. ഞാനത് പറയുമ്പോ നിനക്ക് എന്തെങ്കിലും തോന്നുവെന്നാ എന്റെ പേടി. എനിക്കൊന്നും തോന്നില്ല അമ്മേ. അമ്മ എന്താന്ന് വെച്ചാ ചോദിക്കേ. മോൾ ഇവിടെ നടക്കുന്ന ഈ ചെയർപേഴ്സൺ മത്സരത്തിൽ നിന്ന് പിന്മാറണം. എന്താ അമ്മ അങ്ങനെ? എന്തിനാണെന്നൊന്നും ചോദിക്കരുത്. വിശദീകരണമൊന്നും ഞാൻ പറയില്ല. നീ മാറണമെന്നുള്ളത് എന്റെ ഒരു അഭ്യർത്ഥനയാ. കാര്യം എനിക്ക് മനസ്സിലായമ്മേ. ഐശ്വര്യ ആ പദവിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് അമ്മയുടെ ആഗ്രഹം. ഈ താല്പര്യമാണല്ലോ ഇവിടെ മിക്കവാറും നടക്കാറുള്ളതും നടപ്പാക്കാറുള്ളതും. അമ്മ ഇങ്ങനെ മരുമക്കളെ തരംതിരിച്ച് കാണുന്നത് ശരിയല്ല. എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എന്തായാലും അമ്മയെ ഞാൻ ധിക്കരിച്ചിട്ടില്ല, ഒരിക്കലും ധിക്കരിക്കുകയില്ല. അമ്മ പറഞ്ഞത് ഞാൻ അനുസരിക്കുന്നു. ഞാൻ ആ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു. ഇനി
മോൾ ഇങ്ങോട്ട് മാറി നിൽക്ക്. ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഐശ്വര്യ, മോളെ ഐശ്വര്യ. എന്താ അമ്മ? ഞാൻ എന്തു പറഞ്ഞാലും എന്റെ മോൾ അനുസരിക്കുമെന്ന് അമ്മയ്ക്ക് നന്നായിട്ടറിയാം. പിന്നെ എന്റെ അമ്മയെ ഞാൻ അനുസരിക്കാതിരിക്കോ? അമ്മ പറയമ്മേ. മോള് അമ്മയെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അമ്മയുടെ മറ്റു മരുമക്കളെ പോലെയൊന്നുമല്ല. അമ്മയെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല. എങ്കിൽ എന്റെ മോളി ചെയർപേഴ്സൺ മത്സരത്തിൽ നിന്ന് പിന്മാറണം. അമ്മേ, ആ പദവിയിലേക്ക് ഇവിടത്തെ മറ്റേതെങ്കിലും മരുമക്കൾ വരട്ടെ. അമ്മ എന്തേ പറയുന്നത്? ചെയർപേഴ്സൺ പദവി വേണ്ടാന്ന് വെക്കാനോ? ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ല. എന്റെ തനി സ്വഭാവം ആരും കണ്ടിട്ടില്ല. ഞാൻ അമ്മയുടെ രണ്ടാമത്തെ മോന്റെ ഭാര്യ. ആ ചെയർപേഴ്സൺ പദവിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ അർഹതയുള്ളത് എനിക്കാ. അതുകൊണ്ട് ഞാൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറില്ല. അമ്മ എന്നെ നിർബന്ധിക്കാൻ വേണ്ട. ഓ, എന്തൊരു മര്യാദയില്ലായ്മയാ നിങ്ങൾ എന്നോട് കാണിക്കുന്നത്. ഏയ്, ബഹളം വെക്കാതെ. ഞാൻ വെറുതെ പറഞ്ഞതാ. ദേ, തൽക്കാലം ഐശ്വര്യ അങ്ങോട്ട് മാറി നിൽക്ക്. ഇനി ഞാൻ പറയുന്നത് വരെ ഒരക്ഷരം മിണ്ടരുത്. ചെല്ല്. ശ്യാമേ, മോളെ ശ്യാമേ. ആ എന്താ അമ്മ? ശ്യാമേ, എനിക്ക് നിന്നോട് വളരെ ഗൗരവമുള്ളൊരു കാര്യം പറയാനുണ്ട്. ആ അമ്മ പറയ. എന്റെ ആഗ്രഹം എന്റെ രണ്ടാമത്തെ മരുമകൾ ഐശ്വര്യ കമ്പനിയുടെ ചെയർപേഴ്സൺ ആവണമെന്ന്. അതുകൊണ്ട് നീ മത്സരത്തിൽ നിന്ന് പിന്മാറണം. നീ മത്സരിച്ച ഒരുപക്ഷെ ജയിച്ചേക്കും. അതുകൊണ്ടാ മത്സരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുന്നത്. വെറുതെ വേണ്ട. പിന്മാറുന്നതിന് ഒരു 10 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരാം. അമ്മ എന്താ അമ്മ ഈ പറയുന്നത്? ഞാൻ അമ്മ എന്റെ സ്വന്തം അമ്മയുടെ സ്ഥാനത്താ കാണുന്നത്. എന്നോട് കൽപ്പിച്ച മാത്രം മതി, ഞാനതനുസരിക്കും. അമ്മയുടെ ആഗ്രഹത്തിനെതിരായി ഒന്നും ഞാൻ നിൽക്കില്ല. ഞാൻ അനുസരണക്കേട് കാണിക്കുകയുമില്ല. പിന്നെ രൂപ എന്ന് എനിക്ക് വേണ്ടമ്മ. എനിക്കെന്തിനാ രൂപ? അമ്മ എനിക്കൊരു നിധി തന്നിട്ടില്ലേ? അമ്മയുടെ മോനെ. അതിലപ്പുറം എനിക്ക് എന്താ വേണ്ടേ? എനിക്ക് മത്സരിക്കണമെന്നും വൈസ് ചെയർപേഴ്സൺ ആവണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി എൻ്റെ ആഗ്രഹം ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ മത്സരത്തിൽ നിന്ന് പിന്മാറുന്നു.